Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ കേക്കിൻ്റെ ഡെക്കറേഷൻസ് കാണിക്കുന്നുണ്ട്, പിന്നെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ പെരുന്നാൾ രാവിലെ തന്നെ ഇതാ മൈലാഞ്ചിയൊക്കെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ കണ്ടത് ഇതാണ് കേട്ടോ, മൈലാഞ്ചിയൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഉമ്മയാണ് കേട്ടോ അത് അരച്ചിട്ടുള്ളത്. അപ്പോൾ നഖത്തിലിടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ മോന് പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊട്ടണോ ഇല്ലല്ലോ അതിൽ? ഇത് പൊട്ടണതാ? ഞാനും ഒന്ന് എറിയാണ്. പൊട്ടി. അയ്യ പൊട്ടിയില്ല. അപ്പോൾ കുറച്ച് നേരം മോനെ പടക്കം പൊട്ടിക്കണമൊക്കെ കണ്ടിരുന്നിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്കിത് പെരുന്നാളിൻ്റെ അന്നത്തെ ഓർഡറുകളാണ് കേട്ടോ ഞാൻ ഈ ഒരു ചെയ്യണത്. പെരുന്നാളിൻ്റെ അന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ തലേ ദിവസം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവും, വൈകിട്ട് പോവും. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് പെരുന്നാളിൻ്റെ വർക്കുകളൊക്കെ കഴിക്കണം. പിന്നെ പെരുന്നാളിന് തലേ ദിവസം പെട്ടെന്ന് വരുന്ന ഓർഡറുകളൊന്നും എടുക്കില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പോകാനുള്ളതല്ല, പോകുമ്പോൾ നമുക്ക് ഫ്രീ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം വന്നിട്ടുള്ള ഓർഡർ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നിട്ടുള്ള ഓർഡറുകൾ ഫുള്ള് ഡെലിവറി ചെയ്തിട്ട് വേണം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം നമുക്കിപ്പോൾ ഡെലിവറി തിരക്ക് എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആളെ എന്താ പറയുക, ഡെലിവറി ചെയ്യാനും ആളെ കിട്ടില്ല. എല്ലാവർക്കും പെരുന്നാളിൻ്റെ തിരക്കൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ചെയ്യണത് 1.5 കിലോ ബട്ടർ സ്കോച്ചാണ്. 6 ഇഞ്ച് ബേക്കിംഗ് ടിന്നിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ഇത് 2 പ്രാവശ്യം 3 ബേക്കിംഗ് ടിന്നിലായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഫൈനൽ കോട്ടിങ് ചെയ്തിട്ട് ബ്രഷ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ശേഷം ഞാനിവിടെ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് 5 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 5 ഇഞ്ചിൽ ചെയ്യുമ്പോൾ 1 kg നല്ല ഹൈറ്റുള്ള ടോൾ കേക്കായി കിട്ടും. നല്ല ഭംഗിയുള്ള ടോൾ കേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ 5 ഇഞ്ചാണ് കേട്ടോ ബെസ്റ്റ്. പിന്നെ 6 ഇഞ്ച് ചെയ്യുക, പക്ഷേ ഇത്രയും ഹൈറ്റ് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഐസ് ബ്ലൂ അതുപോലെ കുറച്ച് റോയൽ ബ്ലൂവും കൂടി ചേർത്തിട്ടാണ് ആ ഒരു ഡാർക്ക് ബ്ലൂ കിട്ടിയിട്ടുള്ളത്. പിന്നെ യെല്ലോ കളറ്, പിന്നെ ഗ്രീനും അതുപോലെ എന്താ പറയുക യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രീൻ കിട്ടിയിട്ടുള്ളത്. പിന്നെ പിങ്ക് കേട്ടോ, പിങ്ക് റേഡിയൻ പിങ്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ടോൾ കേക്ക് നേരത്തെ ചെയ്ത 1.5 കിലോ ടോൾ കേക്കും ഈ ഒരു ടോൾ കേക്കിനൊക്കെ ഉള്ളിൽ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഡെലിവറി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഞാൻ ടോട്ടൽ 3-4 സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ടും ബ്രഷ് ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കേക്കും അതുപോലെ യെല്ലോ കേക്കൊക്കെ മുന്നേ ചെയ്തിട്ടുള്ള സെയിം ഡെക്കറേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഡെക്കറേഷൻസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കോട്ടിങ്ങും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ ഒരു ബാക്കി വന്നിട്ടുള്ള ക്രീം വെച്ചിട്ട് തന്നെയുള്ള ഡിസൈനാണ് ചെയ്യണത്. അപ്പോൾ കുറച്ച് വലിയൊരു സ്റ്റാർ നോസിലാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് ടോപ്പിലും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഇതുപോലെ ഓരോ സ്റ്റാർ പോലെ കൊടുക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. പിന്നെ ഇതിൽ ബട്ടർഫ്ലൈ ഒക്കെ വരാനുണ്ട് കേട്ടോ. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം വെക്കണുള്ളൂ. ഇതിപ്പോൾ ഒരു ഉച്ചൻ്റെ മുന്നായിട്ടാണ് ഈ ഒരു വർക്കൊക്കെ ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് വെച്ചാൽ മതിയല്ലോ. പിന്നെ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇത് 7 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിന് 4 ലെയേഴ്സാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കേക്കിനും നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡിലൊക്കെ ആയിട്ട് ബ്രഷ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ താഴെ ഭാഗത്തായിട്ട് തലേ ദിവസം ചെയ്തതിൽ ഒരു ബ്ലാക്ക് കളർ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് ഓപ്പൺ നോസിൽ വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യത്തെ ക്രീം കുറച്ച് ബാക്കിയുള്ളത് വെച്ചിട്ട് ആ സെയിം നോസിൽ വെച്ചിട്ട് തന്നെയുള്ള ഡെക്കറേഷനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. ഇത് പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ടില്ല, ഏത് മോഡൽ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ 2-3 ബട്ടർഫ്ലൈനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പേപ്പർ ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ഇത് കഴിക്കാൻ കഴിയില്ല. പിന്നെ ഇത് ഇനിയിപ്പോൾ ഇങ്ങനെ പേപ്പർ ബട്ടർഫ്ലൈ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കേടുവരൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്ത കേക്കിൽ 1 kg കേക്കിലും ബട്ടർഫ്ലൈനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ.
അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിവിടെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുഴിയപ്പത്തിൻ്റെ മാവ് കേട്ടോ, ഉണ്ണിയപ്പല്ലേ അതിൻ്റെ മാവാണിത്. അപ്പം അത് ഇന്ന് അന്നത്തെ ദിവസം നോമ്പ് തുറക്കണം അന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം നമ്മളിപ്പോൾ ഇത് മാസം കാണും എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ അന്ന് മാസം കാണാത്തതുകൊണ്ട് പിറ്റേ ദിവസം എടുത്തു കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ഓയിലൊന്നും ഇല്ലാതെയാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും അതുപോലെ നോർമൽ പാത്രത്തിലുമായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്നത് പഴത്തിൻ്റെ കേക്കാണ്. ഇത് ഇതിൻ്റെ അന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഈ ഒരു പഴം നെയ്യിൽ വാട്ടിയെടുക്കുകയാണ്. വാടി വന്നതിൻ്റെ ശേഷം അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുക. എന്നിട്ട് ഷുഗർ മെൽറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒരു കുഴമ്പ് രൂപത്തിലാവണ വരെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പം അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും ഓർഡർ തരാറുള്ള ഒരു കുട്ടിയാട്ടോ, നമ്മൾ സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ അവർ വിളിച്ചിട്ട് ഓർഡർ തന്നപ്പോൾ ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം ഉള്ളതുകൊണ്ട് പിന്നെ ഓർഡർ എടുത്തു കേട്ടോ. അപ്പോൾ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്പഞ്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ അതിൻ്റെ കൂടെ തന്നെ 2 സ്പഞ്ച് കൂട്ടി വെച്ചിട്ടു. ഇനി വേറെ ഓർഡർ വരികയാണെങ്കിൽ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതവിടെ ആവണുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനിവിടെ പഴത്തിൻ്റെ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യണം കേട്ടോ. 4 എഗ്ഗാണ് ബീറ്റ് ചെയ്യണത്. അതിലേക്ക് 1/2 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്യണത്. പഴം വാട്ടുന്ന സമയത്ത് നമ്മൾ ഷുഗർ ആഡ് ചെയ്തുകൊണ്ട് 1/2 കപ്പ് മതി. പിന്നെ 1.5 കപ്പ് മൈദ, കോൺഫ്ലോർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ സാധാരണ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കണ പോലെ തന്നെ. എന്നിട്ട് ഇതിലേക്ക് പഴത്തിൻ്റെ ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ഇട്ടത്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ പഴം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും അവിടെ കട്ട് ചെയ്യാനും, പിന്നെ ഒരെണ്ണം ഇവിടെ എൻ്റെ വീട്ടിൽ കട്ട് ചെയ്യാനും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അന്നത്തെ ദിവസം രാത്രി പോകാനുള്ളതാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ 2 കേക്കാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇത് ഇവിടുന്ന് ഉണ്ടാക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാവിലെ അവിടെ വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഈ സാധനങ്ങളൊന്നും കൊണ്ടുപോകണില്ല കേട്ടോ, ബീറ്ററും കാര്യങ്ങളൊന്നും. അന്നത്തെ ദിവസം അല്ലെങ്കിൽ 2ാം പെരുന്നാളിൻ്റെ അന്ന് തിരിച്ച് വരാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് കാഷ്യൂം കിസ്മിസും കൂടി റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ ആക്കിയതിൻ്റെ ശേഷം മുകളിലായിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് പീസാക്കാനുള്ളതാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകണത്. അപ്പോൾ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഒക്കെ അടി കരിഞ്ഞു പോവും. പിന്നെ ലോ ഫ്ലെയിമിലിടണം. തീരെ ഹൈ ഫ്ലെയിം ആക്കി വെക്കരുത്, അല്ലെങ്കിൽ മീഡിയം ആക്കി വെക്കരുത് കേട്ടോ. അപ്പോൾ അതവിടെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കേക്കിൻ്റെ ഫോട്ടോസ് ഓരോന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ വൈകിട്ടായിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയപ്പോൾ ആ ഒരു ഫോട്ടോൻ്റെ ക്ലാരിറ്റി പോയി കേട്ടോ, ലൈറ്റിൻ്റെ പ്രോബ്ലം കാരണം. അപ്പോൾ ഇതാ ഓരോ ഫോട്ടോസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ബട്ടർഫ്ലൈ വെച്ചിട്ടുണ്ട്, അതുപോലെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോഡൽ ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന 1 kg 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളതിലും കുറച്ച് ബീഡ്സ് ഇട്ടിട്ടുണ്ട്. ബട്ടർഫ്ലൈ ആദ്യം തന്നെ വെച്ചു, പിന്നെ നെയിം എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. അപ്പോൾ എല്ലാം ഞാൻ പാക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്യണം കേട്ടോ. ഈ ഒരു കേക്ക് മാത്രം കസ്റ്റമർ വീട്ടിൽ വന്നിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു ഇതിൻ്റെ അന്ന് കേട്ടോ. അപ്പോൾ ഇതിലും തന്നെ കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് 5 ഇഞ്ചിൽ ചെയ്തത് കേട്ടോ. പിന്നെ ഈ സെയിം മോഡൽ തന്നെ മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളൊന്നും വീഡിയോയിൽ പറയാനത്. മുന്നത്തെ ഓരോ വ്ളോഗിലായിട്ടും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 കേക്കും ഒന്നിച്ചിട്ട് തന്നെ ഫോട്ടോ ചെയ്തു. ഏകദേശം 3 കേക്കും ഒരേ ഡിസൈൻ തന്നെയാണ് കേട്ടോ. ബ്രഷ് ഡിസൈനാണ്. പിന്നെ അതുപോലെ ബട്ടർഫ്ലൈ വെച്ചിട്ടുണ്ട്. കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളൂ. അപ്പോൾ ഇതാ 3 ഒന്നിച്ചിട്ട് തന്നെ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഇതിനെ 3നെയും ഫ്രിഡ്ജിൽ തന്നെ വെക്കൂട്ടാ. പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്കൊരു മിൽക്ക് കേക്കിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ബേക്ക് ചെയ്യണ സമയത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ആദ്യത്തെ പറയാൻ മറന്നു പോയതാണ്.
അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, പഴത്തിൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. 2 കേക്കും ഒരെണ്ണം കുറച്ച് എന്താ പറയുക ഫ്ലാറ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഒരെണ്ണം കുറച്ചൊരു ഹൈറ്റിലുമാണ് കേട്ടോ. ഈ ചെറുത് എൻ്റെ വീട്ടിലേക്കും അതുപോലെ ആ വലുത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കുമാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരുപാട് പേര് വരും കേട്ടോ ഇതിൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം. അപ്പോൾ വന്നാൽ ഇതും പിന്നെ അതുപോലെ എന്തെങ്കിലും എന്താ പറയുക പായസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ ആദ്യമൊക്കെ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടും. പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ്. പിന്നെ ഇത് നമ്മൾ ബട്ടറിലൊക്കെയാണ് ഈ ഒരു പഴം വാട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മൾ മറ്റേ ഓർഡർ വന്നിട്ടുണ്ടായിരുന്ന കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ മിൽക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള കേക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കേക്കാണ് നമുക്ക് രാത്രി കൊണ്ടുപോകാനുള്ളത്, ഡെലിവറി ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 ലെയർ വന്നിട്ടുണ്ട്. ഇത് 6 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു കേക്ക് നമുക്ക് ഐസിങ് ചെയ്യാനും അതുപോലെ മിൽക്ക് കേക്കും തന്നെ ചെയ്യാനേ ഉള്ളൂ. മറ്റു കേക്ക് രണ്ടും ഓവനിൽ തന്നെ തിരിച്ചു വെക്കും കേട്ടോ ചൂടാറിയതിൻ്റെ ശേഷം. പിന്നെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ കുഴിയപ്പം ആണ് സ്നാക്കായിട്ടുള്ളത്. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ പടക്കം പൊട്ടിക്കുന്നത് കണ്ടു നിന്നു. അപ്പോൾ മക്കൾക്ക് പടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കേട്ടോ, ആൺകുട്ടികൾക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നിന്നതിൻ്റെ ശേഷം ഞാനിവിടെ മിൽക്ക് കേക്ക് റെഡിയാക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വെക്കുന്ന സമയത്താണ് നമ്മളൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയി ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ മിൽക്ക് കേക്കിലുള്ള സോക്കിങ്ങും കാര്യങ്ങളൊന്നും കൂടുതൽ ടൈം സോക്ക് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. ജസ്റ്റ് ആ ലിക്വിഡൊക്കെ ഒഴിച്ചതിൻ്റെ ശേഷം ഇതിനെ ഈ ഒരു ക്രീം വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യുക. പിന്നെ അതങ്ങനെ ഇരുന്ന് ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് സോക്ക് ആയിക്കോളും എന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ കേക്കും റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം പോകുമ്പോൾ കൊണ്ടുപോകും, എന്നിട്ട് ഡെലിവറി ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ 7 ഇഞ്ചിൽ ചെയ്ത കേക്ക് മാത്രമേ വീട്ടിൽ വന്നിട്ട് വാങ്ങിക്കുള്ളൂ. അത് പാക്ക് ചെയ്ത് വെക്കും കേട്ടോ, പിന്നെ അവർ വന്ന് വാങ്ങിച്ചോളും. അപ്പോൾ 6 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ഫോട്ടോ ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേറെ ഫോട്ടോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോസിനൊന്നും അധികം ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കണം ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോവുകയാണ്. പോകുമ്പോൾ വഴിയിൽ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടാണ് പോണത്. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈമൊക്കെ നമുക്ക് അങ്ങനെ ഡെലിവറി ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അന്നത്തെ ദിവസം കേക്കിന് ഇതിൻ്റെ അന്ന് കേക്ക് ഓർഡർ എടുക്കില്ല, അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഡെലിവറി നടക്കില്ല എന്നുള്ളത്. അപ്പം നമുക്കൊന്ന് ഫ്രീ ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടല്ല, ഇങ്ങനെയുള്ള ആ ഒരു റിസ്ക്കുകളൊന്നും ഉണ്ടാവരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. അന്നത്തെ ദിവസം നമുക്ക് ഫ്രീ ആവണം, നമുക്കൊന്ന് ഇത് എൻജോയ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോഴും മോനക്ക് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. ആൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളായി കഴിഞ്ഞാൽ അവർക്കുള്ളതാണല്ലോ മെയിനായിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ തിരക്കായി പോയി കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ രാവിലെയാണ് കേട്ടോ ചെയ്യണത്. തലേ ദിവസം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്, മൈലാഞ്ചി ഇടലും ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അറിയണ പോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കിച്ചണിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ടാവും, പെരുന്നാളല്ലേ. അന്നത്തെ ദിവസം കുറച്ച് സാധാരണ ഫുഡ് കഴിക്കണതിനേക്കാളും കുറച്ച് നേരത്തെ ഞങ്ങൾ വീട്ടിൽ 11 മണിക്ക് ഫുഡ് കഴിക്കും കേട്ടോ. കാരണം വീട്ടിൻ്റെ മുന്നിൽ തന്നെയാണ് പള്ളിയുള്ളത്. അപ്പോൾ എല്ലാ മൂത്തച്ഛന്മാരും അവരുടെ മക്കളും ഫാമിലിയുള്ള എല്ലാവരും വരും പള്ളിയിൽ വന്ന് നേരെ ഞങ്ങളെ വീട്ടിൽ വരും. അപ്പം ഞങ്ങളെ വീട് തറവാടാണ് കേട്ടോ. അപ്പോൾ തറവാട്ടിൽ വന്നിട്ട് അവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ടാണ് പോവുക. ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അവർ ചോറ് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാവരും ഒരു ഫാമിലി ആയപ്പോൾ
ചോറ് കഴിക്കാനുണ്ടാവില്ല, മറ്റുള്ള ഫുഡ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ കഴിച്ചിങ്ങാണ്ട് അവർ പോകും കേട്ടോ. അപ്പോൾ പാല് കഴിഞ്ഞതും അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മധുരമാണ് ഉണ്ടാക്കുക, അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവർ പോവും. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്, അവരെ മുത്തച്ഛന്മാരെ പേരക്കുട്ടികളൊക്കെയാണ് ഇട്ടത്. പിന്നെ ഇവർ പള്ളിയിൽ നിന്ന് വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രഷ് ആയിട്ട് വരും, എന്നിട്ട് പിന്നെ ഫുഡ് കൊടുക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പിന്നെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്, മുത്തച്ഛന്മാരെ മക്കളൊക്കെയാണ് ഇട്ടത്. അപ്പോൾ അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട് തറവാടാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ തറവാടായതുകൊണ്ട് തന്നെ ഒരുപാട് മൂത്തച്ഛന്മാരും മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് കുറേ പേരുള്ള ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഈ ഒരു തറവാട്ടിൽ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഈദിൻ്റെ അന്ന് ഞങ്ങളെ വീട്ടിൽ വരും. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലും കുറേ പേരൊക്കെ വരും, പറ്റുന്നവരൊക്കെ വരാറുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചക്കും അവർ ഫുഡൊന്നും കഴിക്കാണ്ടാവാറില്ല, പക്ഷെ എല്ലാവരും പള്ളി അടുത്ത് തന്നെ ആയതുകൊണ്ട് വീട്ടിൽ വന്നിട്ടേ പോവാറുള്ളൂ. അപ്പോൾ ഇതവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവർ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ കഴിക്കും. ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഉണ്ട് വീട്ടിൽ, പിന്നെ മൂത്തമ്മയും ഞാനും കേട്ടോ, അങ്ങനെ 3 പേരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, എന്നിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ നോർമൽ ഫുഡാണ് സാധാരണ എല്ലാ പെരുന്നാളിനും ഫസ്റ്റ് ദിവസം ഇതുപോലത്തെ നോർമൽ ഫുഡാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ 2ാം പെരുന്നാളിനാണ് ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ടൈം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങളിപ്പോൾ ഇതാ കടൽ കാണാൻ പോവുകയാണ്. അപ്പോൾ കടൽ കാണാൻ ഇതായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അധികം ആളൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഉള്ളിലേക്കായിട്ടുള്ള കുറച്ച് ഏരിയകളുണ്ട്, അപ്പോൾ അങ്ങോട്ടായിട്ടാണ് പോയിട്ടുള്ളത്. അറിഞ്ഞിട്ടില്ല പാക്കാട്. ഞങ്ങൾ പോയ സ്ഥലത്ത് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനും അതുപോലെ കടലിൽ ഇറങ്ങി കളിക്കാനും ഒക്കെ പറ്റി. നമ്മളിപ്പോൾ ആകെ പോണത് അതിനാണല്ലോ. നമ്മളിപ്പോൾ ഒരുപാട് പേരൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഫോട്ടോ എടുക്കാനും അതുപോലെ കടലിൽ ഇറങ്ങാനും ഒക്കെ. അപ്പോൾ ആളില്ലാത്ത സ്ഥലം നോക്കി പോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനൊക്കെ പറ്റിയിട്ടോ. അപ്പോൾ ഞങ്ങൾ കടൽ കാണാൻ പോണ ആ ഒരു സമയമായപ്പോഴത്തേന് നാത്തൂന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാത്തൂൻ്റെ മക്കൾ ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തു. റീൽസിൻ്റെ ജസ്റ്റ് വീഡിയോസൊക്കെയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്തു. പിന്നെ നമ്മൾ കടലിലൊക്കെ കുറച്ച് നേരമൊക്കെ നിന്ന് കളിച്ചൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കേക്കിൻ്റെ ഓർഡർ ഈദിൻ്റെ അന്നത്തെ ഓർഡറൊക്കെ നമ്മൾ തലേദിവസം തന്നെ കൊടുത്തുകൊണ്ട് റിലാക്സ് ആയിരുന്നു. ഈദൊക്കെ നന്നായിട്ട് തന്നെ ആഘോഷിക്കാൻ പറ്റി. അതെല്ലാം അന്നത്തെ ദിവസം നല്ല തിരക്കാണെന്നുണ്ടെങ്കിൽ ഈദ് ആഘോഷിക്കാനും ബുദ്ധിമുട്ടാവും, മക്കളെ കൂടെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഈദിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റു വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്